നമസ്കാരം. നമ്മൾ ഇന്നൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ ഇത് സാധാരണ ഒരു കഥയല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് AI-യുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചുള്ള അന്വേഷണമാണിത്. നമ്മുടെ കേസ് സ്റ്റഡി ടെൻസർ കാഷ് എന്നു പേരുള്ള ഒരു കൂട്ടം സ്റ്റുഡന്റ് എഞ്ചിനീയർമാരുടെ പ്രോജക്റ്റാണ്. അപ്പോൾ AI-യുടെ വേഗതയെ പിടിച്ചു നിർത്തുന്ന ആ വില്ലൻ ആരാണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. AI ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ സ്മാർട്ടായി വരുന്നു, ശരിയല്ലേ? പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ കമ്പ്യൂട്ടറുകൾക്ക് എന്തുകൊണ്ടാണ് ഈ വേഗതയുടെ കൂടെ ഓടിയെത്താൻ പറ്റാത്തത്? ഈ ഒരു രഹസ്യമാണ് നമ്മളൊന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രയൊക്കെ വേഗതയേറിയ പ്രോസസ്സറുകൾ ഉപയോഗിച്ചാലും സങ്കീർണമായ AI പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക തടസ്സം വരുന്നുണ്ട്, ഒരു സ്പീഡ് ബമ്പ് പോലെ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വലിയ മാസ്റ്റർ ഷെഫ് മിന്നൽ വേഗത്തിൽ പാചകം ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ എടുത്തുകൊടുക്കുന്ന സഹായി വളരെ സ്ലോ ആണ്. എന്ത് സംഭവിക്കും? ഷെഫിന് വെറുതെ കാത്തു നിൽക്കേണ്ടി വരും, അല്ലേ? ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറുകൾക്കും. അവയ്ക്ക് ജോലി ചെയ്യാൻ ഭയങ്കര സ്പീഡുണ്ട്, പക്ഷെ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ കിട്ടാൻ താമസിക്കുന്നു. അങ്ങനെ പ്രോസസ്സർ വെറുതെ ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ ഈ കഥയിലെ പ്രധാന വില്ലനെ നമുക്ക് ഔദ്യോഗികമായി പരിചയപ്പെടാം. ഇതിന്റെ പേരാണ് ദ മെമ്മറി വാൾ. സംഭവം ഇത്രയുള്ളൂ: അതിവേഗത്തിൽ പായുന്ന CPU ഒരു വശത്ത്, പിന്നെ ഒച്ചിഴയുന്ന വേഗതയിലുള്ള മെയിൻ മെമ്മറി മറുവശത്ത്. ഇവർ തമ്മിലുള്ള ഈ വേഗതയുടെ വലിയ അന്തരം, അതാണ് മെമ്മറി വാൾ. AI പോലുള്ള വലിയ ഡേറ്റ ആവശ്യമുള്ള ജോലികളെ തടഞ്ഞു നിർത്തുന്ന പ്രധാന കാരണം ഇതുതന്നെയാണ്. അപ്പോൾ ഈ കേസ് നമ്മൾ എങ്ങനെ തെളിയിക്കും? നമ്മുടെ കയ്യിൽ അതിനൊരു കിഡിലൻ ഫോറൻസിക് കിറ്റ് ഉണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ശരിക്കും ഉണ്ടാക്കുക പോലും ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ സഹായിക്കുന്ന ഒരു ടൂൾ. അതിൻ്റെ പേരാണ് GEM5. ഇതൊരു വളരെ ശക്തമായ സിമുലേറ്ററാണ്. അപ്പോൾ എന്താണ് ഈ GEM5? ഇതിനൊരു വെർച്വൽ ഹാർഡ്വെയർ ലാബ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു ചിപ്പ് ഉണ്ടാക്കുന്നതിന് മുൻപ് കമ്പ്യൂട്ടറിൽ തന്നെ അതിൻ്റെ ഒരു വെർച്വൽ മോഡൽ ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കാം. അതിൻ്റെ ഡിസൈൻ മാറ്റാം, പ്രകടനം എങ്ങനെയുണ്ടെന്ന് നോക്കാം, എല്ലാം. ഇതിൽ ഏറ്റവും അടിപൊളി കാര്യം എന്താണെന്നറിയാമോ? GEM5 ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. എന്നുവെച്ചാൽ ഇതാർക്കും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പഠിക്കാനും ഗവേഷണം ചെയ്യാനും ഒക്കെ പറ്റിയൊരു സംഭവം. GEM5 ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടുന്ന കൺട്രോള് അത് ഭയങ്കരമാണ്. ഒരു എഞ്ചിനീയർക്ക് വെർച്വൽ പ്രോസസ്സറിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റും. ഉദാഹരണത്തിന് CPU-ന്റെ സ്പീഡ്, അതായത് ക്ലോക്ക് റേറ്റ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. L1 L2 കാഷെ മെമ്മറിയുടെ സൈസ് മാറ്റാം. മെമ്മറി അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ കാര്യത്തിൽ വരെ മാറ്റങ്ങൾ വരുത്താം. ചുരുക്കി പറഞ്ഞാൽ, ഒരു വെർച്വൽ ചിപ്പ് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നം പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂള് പരിചയപ്പെട്ടു. ഇനി നമ്മുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ ടെൻസർ കാഷ് ടീമിലെ എഞ്ചിനീയർമാർ അവർ ഡിസൈൻ ചെയ്ത വെർച്വൽ ഹാർഡ്വെയറിനെ അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ടെസ്റ്റ്. അതെങ്ങനെയാണ് അവർ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ് ടെസ്റ്റ്? അവർ സിമുലേറ്ററിൽ പ്രവർത്തിപ്പിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹൃദയമിടിപ്പ് എന്നു തന്നെ പറയാവുന്നൊരു പ്രവർത്തനമാണ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് മൾട്ടിപ്ലൈ ആൻഡ് ആക്യുമുലേറ്റ് അഥവാ മാക് ഓപ്പറേഷൻ. ലളിതമായി പറഞ്ഞാൽ, ഒരുപാട് നമ്പറുകളെ തുടർച്ചയായി ഗുണിക്കുക, എന്നിട്ട് ആ ഫലങ്ങളെല്ലാം തമ്മിൽ കൂട്ടുക. ഇത് ചെയ്യുമ്പോൾ CPU-വിന് മെമ്മറിയിൽ നിന്ന് ഒരുപാട് ഡാറ്റ തുടർച്ചയായി എടുക്കേണ്ടി വരും. ഇത് കാഷെ മെമ്മറിയെ അതിന്റെ ലിമിറ്റിലേക്ക് പുഷ് ചെയ്യും. ശരിക്കും ഒരു പരീക്ഷണമാണ്. സാധാരണഗതിയിൽ നമ്മൾ പൈത്തൺ അല്ലെങ്കിൽ C പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് ഉപയോഗിക്കാറ്, അല്ലേ? പക്ഷേ ഇവിടെ ഈ ടീം ഒരു പടി കൂടി കടന്നു. അവർ ഈ ടെസ്റ്റ് എഴുതിയത് വളരെ ലോ ലെവലിലുള്ള RISC-V അസംബ്ലി ലാംഗ്വേജിലാണ്. അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ, പ്രോസസ്സറിൻ്റെ ഓരോ ചെറിയ ചലനവും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റി. ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യണം, ഏത് രജിസ്റ്റർ ഉപയോഗിക്കണം, ഏത് കണക്കുകൂട്ടൽ ആദ്യം ചെയ്യണം എന്നൊക്കെ കൃത്യമായി നിർദ്ദേശിക്കാൻ സാധിച്ചു. അതായത് ഹാർഡ്വെയറിനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ. അപ്പോൾ അവരുടെ അന്വേഷണം ഒരു പ്രത്യേക പ്രതിയുടെ മേലാണ് കേന്ദ്രീകരിച്ചത്. അതാണ് കാഷെ മെമ്മറി. കാരണം CPU-നും മെയിൻ മെമ്മറിക്കും ഇടയിലുള്ള പ്രധാന പാലം ഇതാണല്ലോ. അതുകൊണ്ട് അവർ പലതരം കാഷെ ഡിസൈനുകൾ ഈ സിമുലേറ്ററിലുണ്ടാക്കി. എന്നിട്ട് ഓരോ ഡിസൈനും ഈ AI വർക്ക് ലോഡിന് കീഴിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് താരതമ്യം ചെയ്തു നോക്കി. അവർ പ്രധാനമായും 2 തരം കാഷെകളെയാണ് താരതമ്യം ചെയ്തത്. ഒന്ന് ഡയറക്റ്റ് മാപ്ഡ് കാഷെ. ഇതൊരു ഒറ്റവരി പാത പോലെയാണ്. സിമ്പിളാണ്, വേഗതയുണ്ട്, പക്ഷേ ട്രാഫിക് ജാം, അതായത് കോൺഫ്ലിക്റ്റ് മിസ് ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. രണ്ടാമത്തത് സെറ്റ് അസോസിയേറ്റീവ് കാഷെ. ഇതൊരു മൾട്ടി ലൈൻ ഹൈവേ പോലെയാണ്. കൂടുതൽ സ്മാർട്ടാണ്, വഴക്കമുള്ളതാണ്, ട്രാഫിക് ജാം കുറയും, പക്ഷെ നിർമ്മിക്കാൻ കൂടുതൽ സങ്കീർണമാണ്, ചെലവും കൂടും. അപ്പോൾ ചോദ്യം ഇതാണ്:
AI-യുടെ ഈ കനത്ത ട്രാഫിക്കിന് ഇതിൽ ഏത് ഹൈവേ ആണ് ഏറ്റവും നല്ലത്? അവരുടെ ഈ പരീക്ഷണ രീതി വളരെ ചിട്ടിയോടുകൂടിയൊന്നായിരുന്നു. നോക്കൂ, ആദ്യം അവർ അസംബ്ലി കോഡ് എഴുതി, പിന്നെ അത് RISC-V ആർക്കിടെക്ചറിനു വേണ്ടി കമ്പൈൽ ചെയ്തു. അതിനുശേഷം GEM5 സിമുലേറ്ററിനു വേണ്ട കോൺഫിഗറേഷൻ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി, എന്നിട്ട് ടെസ്റ്റ് പ്രവർത്തിപ്പിച്ചു. അവസാനം സിമുലേറ്റർ തന്ന ഔട്ട്പുട്ട് ഫയലുകളിൽ നിന്ന് പെർഫോമൻസ് ഡേറ്റ കൃത്യമായി വേർതിരിച്ചെടുത്തു. ഒരു പഴുതുമടച്ചുള്ള അന്വേഷണം. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെയൊക്കെ അവസാനം അവർക്ക് എന്ത് തെളിവാണ് കിട്ടിയത്? സിമുലേഷനിൽ നിന്ന് കിട്ടിയ ആ നിർണായക ഡാറ്റയിലേക്കാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ മെമ്മറി വാൾ എന്ന വില്ലൻ എത്രത്തോളം പ്രശ്നക്കാരനാണെന്ന് ഈ നമ്പറുകൾ നമുക്ക് കാണിച്ചു തരും. നോക്കാം. അവർ പ്രധാനമായും 3 കാര്യങ്ങളാണ് അളന്നത്. ഒന്ന്, കാഷെ മിസ് റേറ്റ്, അതായത് CPU-ന് കാഷെയിൽ ഡാറ്റ കിട്ടാതെ എത്ര തവണ മെയിൻ മെമ്മറിയിലേക്ക് പോകേണ്ടി വന്നു. രണ്ടാമത്തേത്, മൊത്തം എക്സിക്യൂഷൻ സൈക്കിളുകൾ, അതായത് ഈ ജോലി മുഴുവൻ തീർക്കാൻ എത്ര സമയമെടുത്തു. മൂന്നാമത്തേത്, ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾ അഥവാ IPC. ഇത് CPU-വിന്റെ കാര്യക്ഷമതയുടെ ഒരു അളവാണ്. ഒരു സൈക്കിളിൽ എത്ര ജോലി ചെയ്തു എന്ന്. ഈ 3 സൂചനകളാണ് കേസ് തെളിയിച്ചത്. ഇനി ഈ ഒരു നമ്പറിലേക്ക് നോക്കൂ. ഒരു ഉദാഹരണം പറയാം. കാഷെ മിസ് റേറ്റ് 45% കരുതുക. എന്താണതിൻ്റെ അർത്ഥം? CPU പ്രവർത്തിക്കുന്ന സമയത്തിൻ്റെ ഏകദേശം പകുതിയോളം വെറുതെ ഇരിക്കുകയാണ്, ഡാറ്റ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് പ്രോസസ്സറിൻ്റെ പകുതി ശക്തിയും വെറുതെ പാഴായി പോകുന്നു. ഇതൊരു ചെറിയ നഷ്ടമല്ല, വളരെ വലിയൊരു കാര്യക്ഷമത കുറവാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊരു ചെറിയ സ്റ്റുഡന്റ് പ്രോജക്റ്റ് അല്ലേന്ന്. പക്ഷേ ഈ അന്വേഷണത്തിന്റെ ഫലങ്ങൾ ടെക് ലോകത്തെ $1 ബില്യൺ ഇൻഡസ്ട്രിയുടെ ഭാവിയെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ ചെറിയ പരീക്ഷണം എങ്ങനെയാണ് ഒരു വലിയ ട്രെൻഡിന്റെ ഭാഗമാകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കേസിലെ വിധി ഇതാണ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന CPU-കൾ AI-യുടെ ഈ ഭീമമായ വർക്ക്ലോഡുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. തെളിവുകൾ വളരെ വ്യക്തമാണ്. ഉയർന്ന കാഷെ മിസ് റേറ്റുകൾ കാണിക്കുന്നത് പരമ്പരാഗത പ്രോസസ്സർ ഡിസൈനിന് അതിൻ്റേതായ പരിമിതികളുണ്ട് എന്നാണ്. സാധാരണ ജോലികൾ ചെയ്യാൻ അവ മികച്ചതാണ്, പക്ഷേ AI-ക്ക് വേണ്ട ഡേറ്റയുടെ ഈ പ്രവാഹത്തെ കൈകാര്യം ചെയ്യാൻ അവയ്ക്ക് പറ്റുന്നില്ല. ഇനി കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്ക് വരാം. ഈ വിദ്യാർത്ഥികൾ ചെയ്തതുപോലെയുള്ള അടിസ്ഥാനപരമായ ഗവേഷണങ്ങളാണ് ഗൂഗിൾ, എൻവിഡിയ പോലുള്ള വലിയ കമ്പനികളെ ഒരു പുതിയ ചിന്തയിലേക്ക് നയിച്ചത്. അവർ മനസ്സിലാക്കി, സാധാരണ CPU കൊണ്ട് ഈ കളി ജയിക്കില്ല. ഈ മെമ്മറി വാൾ എന്ന പ്രശ്നത്തെ മറികടക്കാൻ അവർ പുതിയ തരം ചിപ്പുകൾ തന്നെ ഉണ്ടാക്കി. അതാണ് നമ്മളിന്ന് കേൾക്കുന്ന ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അഥവാ TPUs, പിന്നെ ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അതായത് NPUs. ഈ പ്രശ്നത്തിനുള്ള ഉത്തരമായിട്ടാണ് അവയെല്ലാം ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ AI-ക്ക് വേണ്ടി പുതിയ തരം തലച്ചോറുകൾ നിർമ്മിക്കുകയാണ്. ഈ ഹാർഡ്വെയർ തടസ്സങ്ങൾ ഓരോന്നായി പരിഹരിക്കുന്നതിലൂടെ നമ്മൾ AI-യുടെ അനന്തമായ സാധ്യതകളിലേക്കുള്ള വാതിലുകളാണ് തുറന്നിടുന്നത്. അപ്പോൾ ചോദ്യമിതാണ്, കൂടുതൽ വേഗതയും കാര്യക്ഷമതയുമുള്ള ഈ പുതിയ ചിപ്പുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന AI അടുത്തതായി എന്ത് അത്ഭുതങ്ങളായിരിക്കും നമുക്കായി സ്വപ്നം കാണുക? കാത്തിരുന്ന് കാണാം. നന്ദി.